ആരെയാണ് ദൈവം പരിപാലിക്കുന്നത്? ആരെയാണ് ദൈവം സൂക്ഷിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിക്കുക, ഒരു ദൈവിക സംരക്ഷണ വലയത്തിൻ്റെ അകത്ത് ജീവിക്കുക. അതല്ലേ അവിടെ കാണുന്നത്? ആ വിത്തിൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. മോശ ദൈവത്തോട് പറഞ്ഞിരിക്കുക, നീ എൻ്റെ കൂടെ, നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ. അതിൻ്റെ അർത്ഥം ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ഫെയിലിയർ ആണെന്ന്. ദൈവസാന്നിധ്യം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഏതു സമയവും തകർന്നു പോകാം. ആമേൻ. പക്ഷേ ദൈവസാന്നിധ്യത്തിനകത്താണെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ പറ്റില്ല. ലോകത്തിലെ ഒരു ആയുധവും നിൻ്റെ മേൽ ഫലിക്കത്തില്ല. കാരണം നീ ദൈവത്തിൻ്റെ പ്രസൻസിനകത്താണ്. ദൈവത്തിൻ്റെ അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ എൻ്റെ ആമേൻ, യഹോവ എൻ്റെ പരിപാലകനാകണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് ഞാനായിരിക്കണം. നമ്മൾ പോകുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ പോരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നമ്മുടെ ജീവിതം ദൈവസാന്നിധ്യത്തിന് യോഗ്യമായ ജീവിതമായിരിക്കണം. Abide in the presence of God. Abide in God. ദൈവത്തിൽ വസിക്കുക, ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക. പഴയ നിയമത്തിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന അവസ്ഥയാണേ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യമല്ല, ദൈവത്തിൽ വസിക്കുന്ന അവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പഴയ നിയമത്തിൽ അബൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ. ഹലോ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പഴയ നിയമത്തിൽ we are abiding in the presence of God, but in the New Testament we are abiding in Jesus. ഹലോ, സ്തോത്രം പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമേ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ആമേൻ. അപ്പം നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണം. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നോട്ട് അബൈഡിങ് നോട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ബട്ട് അബൈഡിങ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരാണ്, ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്.